6 ദിവസം എടുത്തു നിരഞ്ജനെ കണ്ടുപിടിക്കാനായിട്ട്. 6 ദിവസം. അവൻ്റെ സന്തോഷം ഞാൻ നോക്കി നിന്നു. Good response, officers. Thank you for coming. Satya. പോലീസ് ഫോഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്തേ DC റിച്ചാർഡ് ആൻഡ് ടീം. പാരലായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഞാൻ അതിനുവേണ്ടി അപ്പോളജൈസ് ചെയ്യാണ് എല്ലാവരോടും. ടു ഓൾ ഓഫ് യു ഫൈൻ ഓഫീസേഴ്സ്, ഇതൊരു ഇല്ലീഗൽ ലേത്തൽ ഓർഗൻ അറ്റാക്ക്. ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്ന ആരാണെന്നതിൽ അറിയില്ല. ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നതല്ല. പകരം ഓർഗൻസിന് വേണ്ടി അവരെ കൊല്ലുകയാണ് ചെയ്യുക. വിക്ടിംസ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കിൽഡ്. കാരണം ഡെസ്പറേറ്റ് ആയിട്ട് ധാരാളം പേരിരിപ്പുണ്ട് ഓർഗൻസിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റിൽ. അവരെയാണ് ഈ ഗ്രൂപ്പ് ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത്. ബ്രോക്കേഴ്സ് ഉണ്ട്, മീഡിയേറ്റേഴ്സ് ഉണ്ട്. ആദ്യം അവരാരാണെന്ന് കണ്ടുപിടിക്കണം. ഏയ്, സുഖാണോ? ആ, സുഖമാ. വരുന്നോ? എന്റെ കൂടെ പോര്. വാന്നേ. ഇവളുടെ പേരെന്താന്നാ പറഞ്ഞ? സുന്ദരി. ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? അതായത് തെരുവിൽ ജീവിക്കുന്ന ആളുകൾ, അഡ്രസ് ഇല്ലാത്തവര്, സ്ട്രീറ്റിൽ അലഞ്ഞു നടക്കുന്നവര്, വീടില്ലാത്തവര്, അവരെയാണ് ഈ ഗ്യാങ് ടാർഗറ്റ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ചെയ്യാനും അവർക്ക് ആളുകളില്ല. അവരിൽ നിന്നും അവയവങ്ങൾ എടുത്തിട്ട് ബോഡീസ് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യും. 1 കോടി രൂപ. അതേ ലിവർ റെഡിയാണ് മാഡം. എന്നാൽ ഇത് എവിടുന്നാണ് വരുന്നത്? എല്ലാം ലീഗലാണ് മാഡം. കാരണം ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങളുടെ മകൾക്ക് മാച്ച് ആകുന്ന ലിവർ കൊടുക്കുന്ന ഡോണർ ഇവിടെ ഉണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഡോണറുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. സമയം കുറവാ. മാഡം ഒരു തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ഫോറിൻ ഡോക്ടേഴ്സിനെ വരുത്തും. അവർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടതാണ്. അതാണ് സത്യവും. നമ്മുടെ നാട്ടിലുള്ള 2 ഡോക്ടേഴ്സിനെയും പല ലാബുകളിലുള്ള ബ്ലഡ് റിപ്പോർട്ട്സും കണ്ടതാണ്. ഒരു 4 മെമ്പേഴ്സ് അടങ്ങുന്ന സർജറി ടീം അവിടെയുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വിക്ടർ മനോഹർ എന്നൊരാളും. നിങ്ങളിൽ പലർക്കും അവനെ അറിയില്ല. എനിക്കവനെ പേഴ്സണലായിട്ട് അറിയും. SCRBയിൽ അവൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. വെല്ലൂർ ജയിലിൽ മാത്യു ഓപ്പറേഷനിലാണ് അവനെ കണ്ടത്. അതിനുശേഷം ഞാൻ അവനെ ഇപ്പോഴാണ് കണ്ടത്. ഞാനാകെ അന്തിച്ചു പോയി. ആ വിക്ടറിന്റെ റിപ്പോർട്ട് എത്രയും വേഗം ഒന്ന് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും? സത്യ, സൂപ്പർ. നിന്ന് തകർത്തു. കുറച്ചു നേരം ഇരുന്നൂടെ? വിക്ടറിനൊരു ലുക്കൗട്ട് ഇഷ്യൂ ചെയ്യും വേഗം. അടുത്തതായി വിക്ടറിന്റെ ലിസ്റ്റിൽ ഒരു പെണ്ണിന്റെ പേര് കൂടി വന്നിട്ടുണ്ട്. പേര് ദേവിക. ആ പെണ്ണിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. 4 ദിവസം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വരും. വന്ന ഉടനെ അവളെ പൊക്കണമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടതാ. എന്നാൽ ആരോ ഒരാൾ എവിടെയോ ഒരു ഹൃദയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ നമുക്ക് അവരെപ്പറ്റി മനസ്സിലായത് 2 വിഷയമാണ്. നിരഞ്ജനയുടെയും ദേവികയുടെയും ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ. അയാളെ രക്ഷിക്കാൻ ഒരുപാട് പേർ. അവൻ്റെ വണ്ടിയും ലൈസൻസ് പ്ലേറ്റ് നമ്പറും എനിക്കറിയാം. ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതോ മേലേക്ക് പോവാണോ? ആഗ്രഹമുണ്ട്, ലക്ഷ്യമില്ലാത്ത ജീവിതം. ഞാനൊരു നമ്പർ തരാം. അവനെ ജോലി പഠിപ്പിച്ചത് ഞാനാ. അവൻ്റെ പേര് വിക്ടർ. ഒരു ബ്രോക്കറേജ് സിസ്റ്റത്തിൽ പോകുന്നു. ഹ്യൂമർ ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. നമസ്കാരം. ഹലോ സാർ. പറഞ്ഞു, എല്ലാം മാച്ചായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ചെയ്യാല്ലേ? എനിക്കൊരു പ്രശ്നവും ഉണ്ടാവാതെ നോക്കണം. ഒരു ജീവന് വേണ്ടിയാണ് ഇതെല്ലാം. ഇതൊക്കെ പ്രശ്നമായ ചാകുന്നതാ നല്ലത്. ഇത് ഒരു പെണ്ണ. അവളിപ്പോൾ ഇവിടെ ഇല്ല, അമേരിക്കയിലാണുള്ളത്. നാട്ടിലേക്ക് വരാനൊരു 10 ദിവസമാവും. വന്ന ഉടനെ പൊക്കിയേക്കാം. അത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യാം. ഒരുപാട് പണം അതിനുവേണ്ടി കൈമാറിക്കഴിഞ്ഞു. കൊടുത്ത കാശിന് ബദലായി വിക്ടർ 2 പേരെ കൊണ്ടുവരുമെന്നാണ് വിക്ടർ പറഞ്ഞത്. ഹൃദയം കടം വാങ്ങാൻ പോവല്ലേ? ആ കൊച്ചിൻ്റെ പേരെന്തുവാ? ദേവിക. ദേവിക. ഈ ദേവികയ്ക്ക് പകരമാണ് അന്ന് ആ പാവം നിരഞ്ജനയെ അവർ പൊക്കിയത്. ഇനി ദേവികയായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യം. You got my passport, man. Hey, just get me out of here, okay? Come on, man. I didn't sign up for it. Today only. Program cancel, okay? Tomorrow again surgery.
അറസ്റ്റ് ആയവരെല്ലാരും ഇപ്പോൾ D1-ലല്ലേ ഉള്ളത്? അതെ സർ, 2 പേര് വെട്ടേറ്റ്, 3 പേര് ബുള്ളറ്റ് അകത്ത് കയറി GH-ൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഈ വിക്ടറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. യെസ് സർ. സർ, എനിക്ക് എൻ്റെ ഗൺ അവിടെ യൂസ് ചെയ്യേണ്ടി വന്നു. മാക്സിമം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ. ഇൻഫാക്റ്റ് ഒരു മന്ത്രം പോലെ അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കൊലവറി എന്ന പേരുള്ള ഒരുത്തൻ, ഒരുപക്ഷെ നിങ്ങൾ അവനെ നേരിട്ടിരുന്നെങ്കിൽ ഒരു തെരുവുനായ വെടികൊണ്ട് മരിച്ചു എന്ന് പത്രത്തിൽ വന്നേനെ. അതുപോലെ വെടിവെക്കാൻ തോന്നി. പക്ഷെ അത്ര ദേഷ്യം വന്നിട്ടും ഞാൻ മുട്ടിന് താഴെ വെടിവെച്ചേ. ടോട്ടൽ 6 റൗണ്ട് ഫയർ ചെയ്തു. ഇതാ സാർ എൻ്റെ ഗണ്ണ്. സറണ്ടർ ചെയ്യാണ്. സത്യ, ദി മീറ്റിംഗ് ഈസ് അർജന്റ്. ജെന്റിൽമെൻ, താങ്ക് യു വെരി മച്ച്. നാളെ രാവിലെ വീണ്ടും കാണാം. എനിക്കറിയാവുന്നത് മനസ്സിന് പിടിച്ചില്ല. Show me your passport. You can go now. ഞാൻ പ്രേമിക്കുന്നത് എല്ലാം ഒരു വിഷയം തന്നെയാണ്. ആപത്തിനോട് കളിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗെയിം. എന്നാൽ എൻ്റെ ഷൂ മാത്രം ഊരാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഓ മൈ ഗോഡ്. ഏയ്, വണ്ടി എന്നിറങ്ങി അകത്ത് കയറും മുമ്പ് പോക്കായിരുന്നല്ലോ. അല്ല വിക്ടർ, അന്ന് ഹോസ്പിറ്റലിൽ കാർഡ് കാണിച്ചിട്ട് പോണെന്ന് പറഞ്ഞില്ലേ, അവനും കൂടെ ഉണ്ടാകത്ത്. പ്ലീസ് കം. നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിക്കാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് നാൾ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പാടില്ല. കുറച്ച് ദിവസം. എന്റെ മരണം വരെയാണോ? അത് ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം ഒരിക്കലും നടക്കില്ല. അവളെ അറിയാവോ ഇവന്? നമ്മൾ പൊക്കുന്ന പെണ്ണിനെ ഒക്കെ ഇവൻ അറിയാലോ. ഇനി അവന് മനസ്സിലായോ? എന്നെ അറിയാം അവനും. അതാ അവൻ അവിടെ ഇരുന്നത്. അന്നവൻ എന്നെ കണ്ടതാ. എന്നെ നന്നായി അറിയാം അവന്. കണ്ടു, അതുകൊണ്ടാ. അതാ എല്ലാം ഓക്കെ അല്ലേ സത്യ? വേദന അത്രേ ഉള്ളൂ റിച്ചാർഡ്, വേറൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ അവനെ പൊക്കേണ്ടതാ, മിസ്സായിപ്പോയി. ഹി വാസ് ക്വിക്ക്. നിറയെ ആൾക്കാരിരിക്കുന്ന കോഫി ഷോപ്പിൽ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളെ വന്ന് കൊല്ലാൻ നോക്കുന്നത്? എന്നെ കണ്ടു കാണും അവളുടെ കൂടെ, ഇല്ലെങ്കിൽ അവിടെ കാണുന്ന ആരെങ്കിലും പറഞ്ഞു കാണും. അതുകൊണ്ട് അത്ര ധൈര്യത്തോടെ അവിടെ വന്ന് അങ്ങനെ ഒരു കസരത്ത് കാണിക്കാൻ കാരണം. വീണ്ടും അവൻ വരും. ഇത് റിച്ചാർഡ്, ദേവിക. സോ ദിസ് ഈസ് ദേവിക. That's right. ഹായ്, ഹായ്. ഐ ആം റിവോൾവർ റിച്ചാർഡ്, DCI വർക്കിംഗ് വിത്ത് സത്യ. നൈസ് മീറ്റിംഗ് യു. നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ റിലേറ്റീവ് ആണോ? അല്ലല്ലോ. അപ്പോൾ അഭിഷേക് ബച്ചൻ്റെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? അതുമല്ല. എന്താ? ഹൈറ്റ് കണ്ടിട്ട് എങ്ങനെ? 5'10". 5'10"? മൈ ഗോഡ്. ആ ബീച്ചിന്റെ അടുത്ത് ട്രാഫിക് എങ്ങനെ ഉണ്ടെന്ന് എത്തി നോക്കി പറയാം. എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അതാ. He's always joke. സോറി, ജസ്റ്റ് ജോക്കിംഗ്. താങ്ക് യു വെരി മച്ച് റിച്ചാർഡ്. ഇമ്മീഡിയറ്റ് ടീം മാത്രം ഇവിടെ നിന്നാൽ മതി. Right. മറ്റുള്ളവർ പൊയ്ക്കോട്ടെ. Okay. ഞാനുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. ഹായ് സ്വീറ്റ് ഹാർഡ്. എന്തു പറ്റി അച്ഛാ? ഒന്നുമില്ലടാ. പ്രോമിസ്? പ്രോമിസ് മോളെ. ഇവള് മാത്രമാണ് ഇപ്പം എൻ്റെ ജീവിതത്തിലെല്ലാം. ഇഷ മോളെ, ഈ ചേച്ചിയുടെ പേര് ദേവിക. ഹായ് ഇഷ. ഹായ്. ഇഷ മോളെ, ഈ ദേവിക നമ്മുടെ കൂടെ കുറച്ച് ദിവസം ഉണ്ടാകും. അവൾക്കൊരു ചെറിയ പ്രോബ്ലം. നമ്മൾ വേണം ചേച്ചിയെ നോക്കാൻ. ഈസ് ഇറ്റ് ഓക്കെ? ഓഫ് കോഴ്സ്.